കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും തീപ്പൊരി ചിതറിക്കുന്ന സംസാര ശൈലി കൊണ്ട് ശ്രദ്ധേയനായ മുതിർന്ന CPM നേതാവ് MM മണിയുടെ സമീപകാലത്തെ ഒരു പരാമർശം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ശേഷം വോട്ടർമാർ ഇടതുപക്ഷത്തിന് പണി തന്നു എന്നായിരുന്നു മണിയുടെ പ്രസ്താവന. നല്ല ഒന്നാന്തരം പെൻഷൻ വാങ്ങി നല്ല ചാപ്പാട് മടിച്ച് എന്നിട്ട് നേരെ എതിര് വോട്ട് ചെയ്തു. ഇതിനൊക്കെ പറയുന്നത് വേറെ പേരാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ പ്രസ്താവന വൻ വിവാദമായതോടെ മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു. എന്നാൽ ഈ ഖേദപ്രകടനം കേവലം ഒരു വ്യക്തിപരമായ പിഴവ് തിരുത്തൽ എന്നതിലുപരി CPM എന്ന പാർട്ടിയുടെ ആന്തരിക ജനാധിപത്യം, തിരഞ്ഞെടുപ്പ് തോൽവികളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, പ്രതിപക്ഷത്തെ വിലയിരുത്തൽ എന്നിവയെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് തുറന്നു കാട്ടുന്ന ഒരു നിർണായക രാഷ്ട്രീയ സംഭവമായി മാറുകയാണ്. MM മണി എന്ന നേതാവ് CPMന്റെ തോട്ടം തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ സംസാര ശൈലിയിൽ സാധാരണക്കാരന്റെ ഭാഷയും ചിലപ്പോൾ പരുക്കൻ യാഥാർത്ഥ്യബോധവും കലർന്നിരിക്കും. എന്നാൽ വോട്ടർമാരെ പറ്റിച്ചു എന്ന് വിശേഷിപ്പിച്ചത് ഒരു ഭരണകക്ഷി നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പാളിച്ചയായിരുന്നു. ജനങ്ങളുടെ വോട്ട് അവരുടെ അവകാശമാണെന്നും ക്ഷേമ പദ്ധതികൾ സർക്കാരിന്റെ കടമയാണെന്നുമുള്ള അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമായിരുന്നു ഈ പരാമർശം.